നമ്മുടെ പരാജയങ്ങളിലും തകർച്ചകളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരെ മറക്കാതിരിക്കുക. അവരാരും നമ്മളിലുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നമ്മളെ സ്നേഹിച്ചു വന്നവരാണ്. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമാണെങ്കിലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. നമുക്കടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നമ്മുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല. അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത്. ഒന്നിലും അതിര് കടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകൊത്തുന്ന സമൂഹമാണ് നമ്മുടേത്. എല്ലായ്പ്പോഴും മിതത്വമുള്ളവനായിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷേ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. നമ്മുടെ വില അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. മുതലെടുക്കുന്നവരെയല്ല, മുതൽക്കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും. കാലം ഏറ്റവും മികച്ച ശില്പിയാണ്. ഭാവനയുടെ സാധ്യതകൾ രൂപപ്പെടുത്തുമ്പോൾ ഭൂതകാല നിമിഷങ്ങൾ കൊത്തിമാറ്റി നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. ചെളിവെള്ളത്തിലാണ് താമര വിരിയുന്നത്. എത്ര മോശം സാഹചര്യത്തിലും ആത്മബലം കൈവിടാത്തവർക്ക് വിജയം സുനിശ്ചിതം. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവന്റെ മാത്രം വ്യാമോഹമാണ്. വേദനയറ്റവന്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. പഠനങ്ങൾ പറയുന്നു, നിങ്ങൾ സ്വപ്നം കാണാറില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടെന്നാണ്. തെറ്റ് ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ പഠിക്കുക, അത് എത്ര ചെറിയ തെറ്റാണെങ്കിൽ പോലും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.